നമസ്കാരം. അധ്യാത്മരാമായണം തുടരുകയാണ്. ഇന്ന് യുദ്ധകാണ്ഡത്തിൽ കാലനേമിവധം, ദിവ്യ ഔഷധ ഫലം, മേഘനാദവധം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. മായാവിയാം കാലനേമി തന്നന്തികേ തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാംഗേ കപിവരൻ ഒന്നടിച്ചാനതു കൊണ്ടവനും തഥാ ചെന്നു പൊക്കിടിനാൻ ധർമ്മരാജാലയം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വച്ചിന്തൽ തീർത്തിടിനാൻ വമ്പടയ്ക്കും നേരം. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതെരച്ചാകയും മാർത്താണ്ഡഗോത്രജനാഖിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്ര ധനുർജാനാദ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു. രാത്രിഞ്ചരന്മാർ തെരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ദേവകുലാന്തനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാദനം തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ. വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ഞാനിവനോട് പോർ ചെയ്യുവാനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികേ സന്നദ്ധനായതു കണ്ടൊരു രാവണി
തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കു മായാസീതയെ തേരിൽ വച്ചുടൻ വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൽ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നുടെ നാശവൃത്താന്തമെപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ മായാ നിപുണനാം മേഘനിനാഥനിക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശു കേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭലയിൽ ചെന്നു പുക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരുപായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമീൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ചൊന്നതു കേട്ടൾ അലവാലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. ലക്ഷ്മണനോട് മഹാകപിസേനയും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പൊക്കും നിറഞ്ഞിതു നക്തൻ ചരവരന്മാരെ ചുഴലവേ. നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണീ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. രാവണൻ്റെ നിഗ്രഹത്തിനു ശേഷം രാമായണത്തിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിലും വളരെ ഹൃദ്യമായ, ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ഒരു രംഗമാണ് സീതാ രാമ സമാഗമം. 12 മാസത്തിനു മേലെയായിട്ട് രാവണൻ്റെ തടവറയിൽ കഴിയുന്ന സീതാദേവി തൻ്റെ പ്രിയ പതിയെ കാണുന്ന ആ മഹത്തായ രംഗത്തിന് ലോകം സാക്ഷിയാകുവാൻ നിൽക്കുകയാണ്. സീതാദേവി തൻ്റെ പ്രിയതമനെ കണ്ടപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്, ആ മാറിൽ ചാഞ്ഞുകൊണ്ടൊന്ന് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏകദേശം ഒരു 5 മീറ്റർ അടുത്തെത്തിയപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നിൽക്കവിടെ, ഈ കൂട്ടത്തിൽ ആര് നിന്നെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ വേണ്ട. സ്ത്രീലമ്പടനായ രാവണൻ്റെ കൊട്ടാരത്തിൽ 12 മാസം താമസിച്ച സീതാദേവിയെ ഞാൻ സ്വീകരിക്കില്ല എന്നൊരു പ്രഖ്യാപനം രാമൻ അവിടെ നടത്തിയതും സീതാദേവി ഉരുകി ഒലിച്ചു പോയി അപമാനത്താൽ. കാരണം ഈ വാനരന്മാരും രാക്ഷസന്മാരും വിഭീഷണനും ഈ ലക്ഷ്മണനും ജാംബവാനും ഹനുമാനും എല്ലാം നോക്കി നിൽക്കുന്ന ആ ഒരു മുഹൂർത്തത്തിലാണ് ചാരിത്രത്തിൻ്റെ നിറകുടമെന്ന് ലോകം വിധി എഴുതിയ ആ ദേവിയോട് നിന്നെ എനിക്ക് വേണ്ട എന്ന് രാമൻ പറയുന്നത്. ആ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോകുവാൻ സീതാദേവി ആഗ്രഹിച്ചു. പക്ഷേ ലക്ഷ്മണ എന്ന് വിളിച്ചു.
ലക്ഷ്മണൻ ആ വിളിയുടെ അർത്ഥം അറിയാം. ലക്ഷ്മണൻ ചിതയൊരുക്കി. എന്നിട്ട് സീതയോട് പറയുന്നു, സീതേ, നീ ഇതിലൂടെ നടന്നു വരണം. നിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും രാമനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അഗ്നി നിന്നെ വെണ്ണീറാക്കും, അല്ലെങ്കിൽ അഗ്നി നിന്നെ സ്പർശിക്കില്ല എന്നായിരുന്നു. സീത നിർഭയം അഗ്നിയിലേക്ക് കയറുകയാണ്. അഗ്നി പോലും തൊട്ടു നോവിക്കാൻ ഭയന്നുപോയി സീതാദേവിയെ. അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്ന സീതയെ കണ്ട മാത്രയിൽ ലോകം സാഷ്ടാംഗം നമസ്കരിച്ചു. സീതയെ മാറോട് ചേർത്തുകൊണ്ട് രാമൻ പറയുന്നൊരു വാക്കുണ്ട്, സീതേ, ഈ രാജസദസ്സിലേക്ക് നീ കടന്നു വരുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു ചുറ്റുമുള്ള രാക്ഷസന്മാരുടെയും രാക്ഷസിമാരുടെയും ഭാവം. സ്ത്രീലമ്പടനായ രാവണൻ്റെ അന്തപുരത്തിലും കൊട്ടാരത്തിലും അനേക മാസങ്ങൾ താമസിച്ചവളെ രാമനിതാ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു എന്ന ഭാവേന അവരെല്ലാവരും നോക്കുന്നു, കൂടെ നമ്മുടെ വാനരന്മാരും. ഒരു രാജാവിൻ്റെ ഭാര്യ സർവ്വ സംശയങ്ങൾക്കും അതീതയായിരിക്കണം. ഇപ്പോൾ നീ നോക്കൂ, അഗ്നിപ്രവേശം കഴിഞ്ഞ് അഗ്നി പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സീത നോക്കുമ്പോൾ കാണുന്നത് അഗ്നി പോലും തൊട്ടു നോവിക്കുവാൻ അത്രയും വിശുദ്ധമാണ് ഈ സ്ത്രീ എന്ന് സമസ്ത ലോകത്തിൻ്റെയും മുന്നിൽ വെച്ച് രാജാവിൻ്റെ ഭാര്യ എല്ലാ വിശുദ്ധിയും തെളിയിക്കപ്പെട്ടതിനാൽ അവരെല്ലാം ദീർഘദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് സീതാദേവിക്ക് ജയ് വിളിച്ചുകൊണ്ട് കിടക്കുന്ന രംഗം കണ്ടപ്പോൾ സീതയ്ക്കൊരു കാര്യം മനസ്സിലായി. തൻ്റെ ഭർത്താവ് എത്രമാത്രം ആഴത്തിൽ എന്നെ സ്നേഹിക്കുന്നു, എത്രമാത്രം ആഴത്തിൽ ലോകവ്യവസ്ഥിതിയെ സ്നേഹിക്കുന്നു എന്നുള്ളത്. ധർമ്മത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പം ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛൻ, അമ്മ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഒരു രാജാവിൻ്റെ ഭാര്യയെക്കുറിച്ച് ആരോപണമുണ്ടാകുമ്പോൾ, രാജാവിൻ്റെ ഭാര്യ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുമ്പോൾ, രാജാവിൻ്റെ ഭാര്യ യാതൊരു ചാരിത്ര ഭംഗവും സംഭവിച്ചില്ല എന്ന് തെളിയിക്കപ്പെടാതെയാണ് രാമൻ കൊണ്ടുപോകുന്നത് എങ്കിൽ പിന്നീട് ലങ്കാവാസികളും പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചേനെ. പക്ഷേ ലങ്കയിൽ പിന്നീട് സീതാദേവി ദേവിയായി തന്നെ കുടികൊണ്ടു എന്നതാണ് ചരിത്രം. സീതയുടെ ചാരിത്രശുദ്ധി അവിടെ പരീക്ഷിക്കപ്പെട്ടത് രാമന് വേണ്ടിയിട്ടോ സീതയ്ക്ക് വേണ്ടിയിട്ടോ ആയിരുന്നില്ല, സമസ്ത ലോകഹിതാർത്ഥമായിരുന്നു. കാരണം ഈ വാനരന്മാർക്ക് സീതയെ അടുത്തറിയില്ല, ഈ പറയുന്ന രാക്ഷസന്മാർക്ക് സീതയെ അടുത്തറിയില്ല. സീതയെ അടുത്തറിയാവുന്നത് സീതയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സീതയുടെ വീട്ടുകാർക്കാണ്. സീതയുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ അനുജനും സീതയുടെ അച്ഛനും അമ്മയ്ക്കെല്ലാം സീതയെ അറിയാം. പക്ഷേ സമസ്ത ലോകത്തിനും സീതയുടെ ചാരിത്രശുദ്ധിയെയോ സീതയുടെ വിശുദ്ധിയെയോ അറിയില്ല. അത് ബോധിപ്പിച്ചു കൊടുക്കേണ്ട അവകാശമുണ്ട്. എന്നാൽ രണ്ടാമതൊന്നുകൂടിയുണ്ട്, കർമ്മഫലത്തിൽ നിന്ന് മഹാലക്ഷ്മിക്ക് പോലും ഒഴിഞ്ഞു നിൽക്കുവാൻ സാധ്യമല്ല. സീതാദേവി ഒരു വലിയ അപമാനം ചെയ്തിരുന്നു. ആർക്ക് നേരെ? ലക്ഷ്മണന് നേരെ. തന്നെയും തൻ്റെ ഭർത്താവിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഊർമിളയെയും കൊട്ടാരത്തിൽ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്ന ആ ലക്ഷ്മണനോട്, എടാ ദുഷ്ട, എൻ്റെ ഭർത്താവ് നിലവിളിച്ചിട്ടും നീ ഓടിച്ചെല്ലാത്തത് എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നു പറഞ്ഞ സീതാദേവി ആ കർമ്മഫലത്തിൻ്റെ പാപഫലത്തിൻ്റെ കർമ്മം അതനുഭവിച്ചേ മതിയാവുള്ളൂ. എല്ലാ പാപകർമ്മങ്ങൾക്കും അതിൻ്റെതായ ഫലമുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങൾക്കും അതിൻ്റെതായ ഫലമുണ്ട്. ഇവിടെ വലിയൊരു പാപകർമ്മം അറിയാതെയെങ്കിലും വികാരത്തിനടിമപ്പെട്ടാണെങ്കിലും സീതാദേവിയുടെ വായിൽ നിന്ന് വീണുപോയി. അതേ അപമാനം, അല്ലെങ്കിൽ അതിൻ്റെയും എത്രയോ വലിയൊരു തോത് കൂടിയ ഒരപമാനം സീതാദേവിക്കും നേരിടേണ്ടി വന്നു എന്നത് ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ജയലളിത പണ്ട് കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളെ ഒരു തെറ്റും ചെയ്യാത്ത സ്വാമിജിയെ പിടിച്ച് ജയിലിലടച്ചു. കാലം ജയലളിതയും ജയിലിലടച്ചു എന്ന് നാം അറിയണം. ബംഗാരു ലക്ഷ്മണൻ എന്ന് പറയുന്ന BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ ഒരു ഓപ്പറേഷനിൽ കുടുക്കി ആജി തക്കിൻ്റെ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ. അങ്ങനെ ഒരു സ്ത്രീ വിഷയത്തിൽപ്പെട്ട് അയാളും ലോകത്തിന് വേണ്ടാത്തവനായി തീർന്നു. ഏതൊക്കെ കുറുക്കു വഴിയിലൂടെയാണോ നിങ്ങളുടെ കർമ്മം, അതേ രീതിയിൽ അതേ നാണയത്തുള്ള തിരിച്ചടികൾ നമുക്ക് കിട്ടും. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് സൽഗുണവും നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് പാപഗുണവും നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് സീതാദേവി പോലും നമ്മെ പഠിപ്പിക്കുന്നു. കർമ്മഫല സിദ്ധാന്തമാണ് രാമായണത്തിൻ്റെ പ്രധാന പാഠം. കർമ്മഫലത്തിൽ നിന്നും ഒളിച്ചോടുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നറിയണം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് കർമ്മങ്ങളെ വിശുദ്ധമാക്കൂ.
ഈ ജന്മത്തിൽ നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ജന്മം കിട്ടുമെന്ന് പറയുമ്പോൾ ജാതസ്യ ധ്രുവവും മൃത്യു ധ്രുവം ജന്മം മൃതസ്യ ച തസ്മാത് പരിഹാരാർത്ഥി നത്തും ശോചിതും അർഹസി. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നീ ജനിച്ചാൽ മരണം നിശ്ചയമാണ്. കയ്യിലിരിപ്പ് പോലെ നിന്റെ കർമ്മത്തിനനുസരിച്ച് നിനക്ക് ജന്മവും നിശ്ചയമാണ്. നമ്മുടെ ഹിന്ദു വിശ്വാസം പുനർജന്മ വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ കർമ്മഫല സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ വിലയിരുത്തുന്ന സമയത്ത് സീതാദേവി ഒരു വൈകാരിക നിമിഷത്തിൽ പറഞ്ഞു പോയ വാക്കുകൾ സീതാദേവിക്ക് തന്നെ തിരിച്ചടിയായി വന്നിരിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തെ ശ്രേഷ്ഠമാക്കുക ഇത് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുന്നതാണ് രാമായണ പഠനം എന്നറിയുക. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിൽ ചെങ്കുത്തായ പാറക്കെട്ടുകൾക്ക് മുകളിലൊരു ക്ഷേത്രം. അതാണ് ചടയമംഗലത്തെ ജടായുപ്പാറയ്ക്ക് മുകളിലുള്ള കോദണ്ഡരാമക്ഷേത്രം. ഏറെ പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. ഉത്തരഭാരത വാസ്തുവിദ്യാശൈലിയിലുള്ള ശ്രീകോവിൽ, 13 അടി ഉയരത്തിലുള്ള ശ്രീരാമദേവന്റെ പൂർണ്ണകായ പ്രതിഷ്ഠ. കോദണ്ഡരാമക്ഷേത്രം ഇന്ന് ലോക പ്രസിദ്ധിയാർജിക്കുകയാണ്. ജടായുപ്പാറ എന്നത് കേവലം മലനിരകളല്ല, ദൈവിക സ്ഥാനം കുടികൊള്ളുന്ന അത്യപൂർവം സ്ഥലങ്ങളിലൊന്നാണ്. പക്ഷിശ്രേഷ്ഠനായ ജടായുവിൻ്റെ ആത്മസമർപ്പണത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ പുണ്യസ്ഥാനം. കരിങ്കല്ലിൽ തീർത്ത ഒറ്റ ശ്രീകോവിലോട് കൂടിയതാണ് ക്ഷേത്രം. ഉപദേവതാസ്ഥാനത്ത് ഭഗവാന് അഭിമുഖമായി ഹനുമാന്റെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തായാണ് ജടായുവിൻ്റെ മനോഹര ശില്പവുമുള്ളത്. ജടായുപ്പാറയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ഇവിടെ ശ്രീരാമന്റെ പൂർണ്ണകായ രൂപം പ്രതിഷ്ഠ ചെയ്തത്. ചടയമംഗലം ജടായുപ്പാറ ശ്രീ കോദണ്ഡരാമ ക്ഷേത്രം 1974 ചെങ്കോട്ടോളം മഠാധിപതി പൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികൾ 13 അടി ഉയരമുള്ള ശ്രീരാമ വിഗ്രഹം ഈ പാറമേൽ സ്ഥാപിച്ചു. പക്ഷേ ത്രേതായുധ കാലഘട്ടം മുതൽ രാമായണ കഥകളുമായി ബന്ധമുള്ളതാണ് ശ്രീരാമപാറ. സീതാപഹരണ സമയത്ത് ആ സീതാദേവിയെ രാവണനിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തടഞ്ഞ ജടായു രാവണൻ്റെ വെട്ടേറ്റ് നിലംപതിച്ച സ്ഥലമാണ്, പവിത്ര സ്ഥലമാണ് ജടായുപ്പാറ. അങ്ങനെ സീതാന്വേഷണത്തിന് പുറപ്പെട്ട ശ്രീരാമചന്ദ്രൻ വെട്ടേറ്റ് മിതപ്രാണനായി കിടക്കുന്ന ജടായുവിനെയാണ് ഈ പാറമേൽ ദർശിച്ചത്. ആ ജടായുവിൽ നിന്നും എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജടായുവിന് മോക്ഷം നൽകിയ പുണ്യസ്ഥലമാണ് ജടായുപ്പാറ. ഈ ജടായുപ്പാറയിലെ പ്രാധാന്യം ആ ശ്രീരാമ മഹാത്മ്യം മനസ്സിലാക്കിയ സത്യാനന്ദ സരസ്വതി തിരുവടികൾ ഈ പാറ സന്ദർശിക്കുകയും 3 ദിവസം ഈ പാറമേൽ ധ്യാനം ഇരുന്നതിന് ശേഷമാണ് ഭഗവാൻ 13 അടി പൊക്കമുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വിഗ്രഹം പാറമേൽ സ്ഥാപിച്ചത്. ലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠാ കർമ്മം നടത്തിയത്. ക്ഷേത്രത്തിൽ എല്ലാ വർഷവും രാമായണ മാസാചരണവും അതിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടനവും നടക്കുന്നുണ്ട്. 2021 മനോഹരമായ ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠാ കർമ്മം നടത്തിയത്. അന്നു മുതൽ എല്ലാ വർഷവും പ്രതിഷ്ഠാ വാർഷിക ഉത്സവവും രാമായണ മാസം 1 മുതൽ 1 മാസക്കാലം രാമായണ മാസാചരണം നടന്നു വരുന്നു. അതിൻ്റെ സമാപനം എന്ന നിലയിൽ എല്ലാ വർഷവും ആഗസ്റ്റ് മാസം 15-ാം തീയതി ഭക്തജനങ്ങളും മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസികളും വിശ്വാസികളും നാട്ടുകാരും ഒരുമിച്ച് ചേർന്നുള്ള തീർത്ഥാടനം എല്ലാ വർഷവും നടന്നു വരികയാണ്. ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക്
കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കൊല്ലൂർ ജില്ലാ സമിതിയുടെയും ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും അവതാന്തമയി മഠത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തീർത്ഥാടനം നിശ്ചയിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തായി കൊക്കരുണി കുളമുണ്ട്. പരിക്കേറ്റ ജടായു ചുണ്ടുകൊണ്ട് പാറ തുരന്നുണ്ടാക്കിയതാണ് ഈ ജലാശയമെന്നതാണ് വിശ്വാസം. ശ്രീരാമന്റെ പാദം പതിഞ്ഞതായി വിശ്വസിക്കുന്ന സ്ഥലവും ഇവിടെ കാണാം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് വാനരൂട്ട്. ശ്രീരാമദാസന്മാരായിട്ടാണ് വാനന്മാരെ ഭക്തജനങ്ങൾ കാണുന്നത്. ആ 200-ലധികം വരുന്ന വാനന്മാർ ശ്രീരാമദാസന്മാരായ ആ വാനന്മാർക്ക് 2 നേരം ഈ ക്ഷേത്രത്തിൽ നിന്നും ഭക്ഷണം നൽകുന്നു. വാനന്മാരെ കൂടാതെ പക്ഷികൾക്കും ഭക്ഷണം നൽകുന്നു. അപ്പോൾ വാനര ഊട്ടാണ് ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട്. അത് ഭക്തജനങ്ങൾ വഴിപാടായി അവരുടെ ശനിദോഷ നിവാരണം അതിനുവേണ്ടി ഭക്തജനങ്ങൾ ഈ വഴിപാടായിട്ട് വാനരൂട്ട് നടത്തുന്നു. മലമുകളിലേക്ക് ആദ്യമായി എത്തുന്ന ഭക്തർക്ക് പുതിയ അനുഭവമാണ് ഇവിടം നൽകുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ കോഴമത്തു നിന്നാണ് വരുന്നത്. ഇനാഗ്രേഷൻ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വരണമെന്ന് ആഗ്രഹിച്ചാണ് ഇപ്പോഴാണ് സാധിച്ചത്. തൊഴുത് നന്നായി തൊഴുത് തൃപ്തിയായി. സീനറിയൊക്കെ ഉണ്ടെന്ന് ആസ്വദിച്ചു. അനുഗ്രഹം കിട്ടിയെന്നൊരു ആഗ്രഹിക്കണം, നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കണം. കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ 4 യാത്രയുണ്ട്. എങ്കിലും ഇത് കുറേ കാലമായി അങ്ങോട്ട് വരണം ആഗ്രഹിക്കുകയാണ്. ഇന്നാണ് സാധിച്ചത്. ഞങ്ങളെല്ലാം കുടുംബസമേതം വന്ന് പോകാനാണ്. വേറെ ലോകം പോകുന്നുണ്ട്. കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പാസ്റ്റ് ആൻഡ് സ്ട്രൈഡൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. സ്കെൽച്ചേഴ്സ് ആണ് ഉണ്ടാക്കിയത്, ഡെയിമാണ് ഉണ്ടാക്കിയത്. എനിക്ക് അപ്പം തന്നെ കിട്ടിയില്ല. വേറെ ലോകമാണ് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഇതിനകത്ത് ഇവരെല്ലാം ചുറ്റി കറങ്ങി നോക്കുമ്പോൾ ഇത് കടയൊന്നുമില്ല ആരെയും നോക്കാം. പക്ഷെ ഇപ്പോഴാണ് കിട്ടി. ഇതിനകത്ത് തിരിച്ചും കട എല്ലാം ഉണ്ട്. ഇരിക്കാൻ ഫുൾ തിങ്സ് ഉണ്ട്. പദം പദം രാമപാദം പദ്ധതിയാണ് ഇവിടുത്തെ പുതിയ ആകർഷണം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഭക്തജനങ്ങൾക്ക് ഈ പ്രതിഷ്ഠാകർമ്മം പൂർത്തിയാക്കിയെങ്കിലും ഭക്തജനങ്ങൾക്ക് ഈ ഭഗവാന്റെ സന്നിധിയിലേക്ക് കടന്നു വരാനുള്ള യാത്ര ദുഷ്കരമാണ്. കാരണം പരമ്പരാഗതമായ ആ പാത കാനനപാതയാണ്. അതിൽ കൂടി നടന്നു കയറാൻ ബുദ്ധിമുട്ടായതിനാൽ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട കുമ്മനം രാജേട്ടനാണ്. അദ്ദേഹമാണ് ഈ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ 1008 പടവുകളുടെ നിർമ്മാണ പ്രവർത്തനം പദം പദം രാമപാദം എന്ന് പറയുന്ന പദ്ധതി ട്രസ്റ്റ് നടത്തി വരികയാണ്. അതിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള പടവുകളുടെ നിർമ്മാണം ഏകദേശം പകുതിയോളം പടവുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. ആ പടവുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരാനും അവർക്ക് പൂജാകർമ്മങ്ങൾ ചെയ്യുവാനുള്ള സാധിക്കും. ഈ ക്ഷേത്രവും മലനിരകളും പകർന്നു നൽകുന്ന ആത്മീയ അന്തരീക്ഷം ചെറുതല്ല. ധീരനായ ജടായുവിൻ്റെ മോക്ഷസങ്കേതം, ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഹനുമാന്റെയും സാന്നിധ്യം കുടികൊള്ളുന്ന അപൂർവമായ ഇടമാണിത്.